ഉണ്ടാവും. ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഷെറ് എല്ലായിടത്തും ഉണ്ടാവും. അപ്പൊ ഷെറ് പേടിച്ചിട്ട് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞ് ചില കാര്യങ്ങൾ പറയണ്ട. അപ്പൊ മൂല്യമാർക്ക് കാര്യം മനസ്സിലാവും. മൂല്യമാർക്ക് ചില വിഷയങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അപ്പോ മുദർരിസന്മാര് ഖത്തീബന്മാര് പേടിച്ചിട്ട് പറയണില്ല സെക്രട്ടറിനെ കുറിച്ച് ജോലി പോകും പിരിച്ചു കൂടുന്നുള്ള പേടി. അത് നമ്മളടുത്ത് അബദ്ധം പറ്റിയിട്ടുണ്ട്. നമ്മൾ കൂടെ നിൽക്കും അല്ലെങ്കിൽ കൂടെയുള്ള ആളുകളാന്ന് വിചാരിച്ചിട്ട് നമ്മളെ സകല കമ്മിറ്റിയിലും ഈ പല രാഷ്ട്രീയ പാർട്ടിന്റെ ആളുകളെ കുറിച്ച് കയറ്റിയിട്ടുണ്ട്. ദീനൊന്നും പരിഗണിക്കാതെ, ആൾക്ക് ദീനുണ്ടോ ഇതൊന്നും വിഷയാക്കാതെ രാഷ്ട്രീയ പാർട്ടിന്റെയും മറ്റൊക്കെ പ്രവർത്തകരായിട്ടുള്ള അല്ലെങ്കിൽ അതിന് ഉപ്പാമായിട്ടൊക്കെ ചില ആൾക്കാരൊക്കെ പിടിച്ചിട്ട് വലിയ വലിയ പോസ്റ്റിലൊക്കെ കൊണ്ട് ഇരുത്തിനും വലിയ വില കൊടുത്തുകൊടുക്കണം ഇപ്പോൾ. അപ്പൊ ഓരോ നാട്ടിലും ജനറൽ ബോഡി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, പബ്ലിക് ഒരു പൊതുജനങ്ങളുണ്ടല്ലോ അവിടെ, സമസ്തയെയും സുന്നത്ത് ജമാഅത്തിനെയും ദീനിനെയും സ്നേഹിക്കുന്ന ആളുകൾ. അപ്പൊ അടുത്ത ജനറൽ ബോഡി വരുമ്പോൾ ഓരോ നാട്ടിലും കമ്മിറ്റി കയറി കൂടിയിട്ട് രാഷ്ട്രീയം കളിക്കുകയും രാഷ്ട്രീയത്തിന് വേണ്ടി ആലിമീങ്ങളെയും ദീനിനെയും ദീനിന്റെ പ്രവർത്തകരെയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്ന, ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന സകല എണ്ണത്തിനെയും കുറിച്ച് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണം. അത് ജനറൽ ബോഡി വിചാരിച്ചാൽ നടക്കും. നാട്ടിലെ സാധാരണക്കാരായ ഉലമാക്കളും ഉമറാക്കളും മുഅ്മിനീങ്ങളും വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണത്. അത് ചെയ്തേ പറ്റൂ. ഈ ദീനിനെ രക്ഷിക്കണമെങ്കിൽ, സുന്നത്ത് ജമാഅത്തിനെയും ദീനിനെയും മഹല്ലത്ത് സംവിധാനങ്ങളെയും രക്ഷിക്കണമെങ്കിൽ അത് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ മൂല്യമാർക്ക് ദീൻ പറയാൻ കഴിയില്ല, ഇൽമു പറയാൻ കഴിയില്ല, വളരാൻ കഴിയില്ല. അമേരിക്കയിൽ തീ കത്തിയത് കണ്ടോ? ചൈനയിലെ കൊറോണയെ കുറിച്ച് ഞാൻ ഒന്നുകൂടെ 2019 നടന്ന കൊറോണയെ കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. ഇപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ കൊറോണയെ കുറിച്ച് വീണ്ടും പറയുന്നു എന്നൊക്കെ പറയേണ്ടി വരും മൂല്യമാര്. അല്ലെങ്കിൽ ഇത് മഹല്ല് ഈ ആദ്യ സെക്രട്ടറിമാരും പ്രസിഡന്റുമാരും ഉള്ളവർക്കൊക്കെ ഇട്ടുള്ള പുറത്താക്കൂലേ? അപ്പൊ ദീനിന് പ്രയോറിറ്റി കൊടുക്കുന്നവരും സുന്നത്ത് ജമാഅത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരുമായ ആളുകളെ മാത്രം കമ്മിറ്റിയിലെ പ്രധാന പോസ്റ്റുകളിലേക്ക് കൊണ്ടുവരാൻ അതാത് നാട്ടുകാർ തയ്യാറാകണം. അതിലൊക്കെ മാറ്റം വരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും. ഞാൻ ഇത് പറഞ്ഞതിന്റെ പേരിൽ പോലും എനിക്ക് വലിയ ക്ഷീണം സംഭവിക്കും. എനിക്കറിയാം, ഒരുപാട് ഇതിന്റെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒന്നും വരുന്ന തെറികൾക്കൊന്നും ഒരു കണക്കുണ്ടാവില്ല. ചെവി മുളച്ചിട്ട് കേൾക്കാത്ത ആര് തെറികളൊക്കെ വരും. എനിക്കറിയാം, ആ അമ്മാതിരി തെറി പറയുന്ന ആൾക്കാരാണ് നമ്മൾ പിടിച്ചിട്ട് സെക്രട്ടറി പ്രസിഡന്റ് ആക്കി വെച്ചിട്ടുള്ള ഇപ്പൊ പല മഹല്ലുകളും. അതാണ് ഞാൻ ഈ പറഞ്ഞത്. അമ്മാതിരി ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം? ആ നാട്ടിലെ പബ്ലിക് പൊതുജനങ്ങളും ഉമ്മിനിയങ്ങൾ സുന്നികളായ ആളുകൾ, അത്തരം ആളുകളെ അവനവനെ ഏൽപ്പിച്ചുകൊടുത്ത സ്ഥാനവും അധികാരവും രാഷ്ട്രീയ കളിക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുന്ന ആളുകളെ ആ രീതിയിൽ തന്നെ ഒന്നും ഉപദ്രവിക്കണ കാര്യം ഞാൻ പറഞ്ഞു. പുറത്തൊക്കെ ഇങ്ങനെ 2 കൊട്ട കൂട്ടിയിട്ടുണ്ടെങ്കിൽ കാക്കും തൽക്കാലം കുറച്ചാലും വീട്ടിലിരിക്കിട്ടൊന്ന് പറയണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ നിലക്ക് മുദർരിസന്മാർക്ക് ദീൻ പറയാൻ പേടി, ഈ മസാല പറയാൻ പേടി. പല ഉസ്താദുകൾ വാട്സപ്പ് ഗ്രൂപ്പിലും മറ്റൊക്കെ പറയാണ്. എന്നിട്ട് മുമ്പ് പറഞ്ഞ ചില വോയിസുകൾ, ഇപ്പൊ പറഞ്ഞ ചില വോയിസുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധുക്കൾ കടന്ന് ബേജാറാകുകയാണ്. എന്നിട്ട് അത് ഞാൻ പറഞ്ഞത് അത് മറ്റേ ആൾ അങ്ങോട്ടാക്കിയതാണ്, ഈ ആൾ ഇങ്ങോട്ടാക്കിയതാണ്, എന്തൊക്കെ കളികളാണ് നടക്കുന്നത്. മൂല്യമാർ കടന്ന് ഇടങ്ങാറൊക്കെ തിരിഞ്ഞു മറിഞ്ഞ് പ്രയാസപ്പെടുക, ശ്വാസം മുട്ടുക. എന്തിനാണ് ഇത്ര ഇടങ്ങാറാവേണ്ട കാര്യം? അവനവന്റെ ആശയവും ആദർശവും അഭിമാനവും പണയം വെച്ചുകൊണ്ട് എന്തിനാണൊരു ദർസ്, എന്തിനാണൊരു മിമ്പർ, എന്തിനാണൊരു മിഹ്റാബ്? വേറെ വല്ല പഠിക്കും പോലല്ലേ നമുക്ക് നല്ല. ഞാനടക്കം എന്റെ കാര്യമടക്കാൻ ഞാൻ ഈ പറയണത്. ഈ സമൂഹം, ഈ ഉമ്മത്തിൽ പണ്ഡിതന്മാര് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ചോറും കഞ്ഞിയും കൊടുത്ത് തീറ്റിപ്പൂറ്റി വളർത്തിണ്ടാക്കി വെച്ചത് എന്തിനാണ്? ഇവിടെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ചിന്താഗതി കൊടുക്കാനാ? രാഷ്ട്രീയം വെച്ച് കളിക്കുകയാണെങ്കിൽ നാട്ടിൽ വേറെ രാഷ്ട്രീയ പാർട്ടികളില്ലേ? രാഷ്ട്രീയം നടന്നാൽ തന്നെ ദുനിയാവിയായ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ നടത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനമല്ലേ? അപ്പൊ ആവശ്യമുള്ളൂ. ഈ അവസ്ഥയിലേക്ക് ഉമ്മത്ത് വരണം, ഇല്ലെങ്കിൽ അപകടമാണ്. ദീനുണ്ടാവില്ല ഇവിടെ. ഈ വ്യക്തിപരമായി നമുക്ക് ദീനുണ്ടോ എന്നുള്ളതല്ല, ദീനി സംവിധാനങ്ങളും ദീനി ആശയങ്ങളും ആചാരങ്ങളും നിലനിൽക്കണ്ടേ? ഒരു സംസ്കാരം ഉണ്ടല്ലോ, അതുകൂടെ നിലനിൽക്കണ്ടേ? അതിനു വേണ്ടി ഇതൊക്കെ ചെയ്തേ പറ്റൂ. പണ്ഡിതന്മാർക്ക് സ്വാതന്ത്ര്യം വേണം, ബുദ്ധിമുട്ടാണല്ലെങ്കിൽ. അപ്പോ ഈ അവസ്ഥ മാറണം. അത് ഞാൻ അങ്ങനെ പറഞ്ഞു പോയിന്നേ ഉള്ളൂ. ഏതായാലും ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇവിടെ 2 പരിഹാരമാണ് ഞാൻ പറഞ്ഞല്ലോ. 2 പരിഹാരമാണ് നിലവിലെ ഈ പ്രശ്നത്തിനുള്ളത്. ഉമർ ഫൈസി ഉസ്താദും അമീദ് ഫൈസി ഉസ്താദും പറഞ്ഞ വിഷയത്തിന് 2 പരിഹാരമുള്ളത്. ഒന്ന്, സകല കിതാബുകളും തിരുത്തുക. എല്ലാ കിതാബും സകല കിതാബുകളും തിരുത്തുക. അത് പറയാൻ പേടി, മൂല്യമാർക്ക് ഇത് പറയാൻ പേടിയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് കിതാബിൽ എഴുതിയിരിക്കുന്നത്? ഒക്കെ തിരുത്തുക, എല്ലാ കിതാബുകളും തിരുത്തുക. അതൊരു പരിഹാരം. പക്ഷെ നമുക്ക് പറ്റൂലല്ലോ. അത് ജൂതന്മാരെ കളിയാണ്, ജൂതന്മാർ ചെയ്ത പണിയാണ്. അത് നമുക്ക് പറ്റൂലല്ലോ. അപ്പൊ പിന്നെ എന്താ വഴി? ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ചാണ്, അല്ലെങ്കിൽ അത് ഇന്ന വിഭാഗത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഇന്ന പ്രസ്ഥാനത്തെ കുറിച്ചാണ് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും വ്യക്തികൾക്കോ പ്രസ്ഥാനങ്ങൾക്കോ വിഭാഗങ്ങൾക്കോ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ആ തോന്നുന്ന ആളുകൾ തിരുത്തുക. ഇത് രണ്ടും അല്ലാത്തൊരു പരിഹാരം ഇതിനില്ല.